31കാരനായ ഫാദർ അലക്സാണ്ടർ ബ്ലൂഡോ ഒരു വൈദികനായി അഭിഷിക്തനായിട്ട് വെറും 3 വർഷം മാത്രമേ ആയിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് ഫ്രാൻസിലെ വിശ്വാസികൾ. ഫ്രാൻസിലെ നെയ്യിലുള്ള സെൻറ്റ് വിൻസെൻ്റ് ദേവാലയത്തിലെ വികാരിയായി ശുശ്രൂഷ ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകസ്മിക വിയോഗത്തിൽ ബയോണിലെ ബിഷപ്പ് മാർക്ക് എയ്ലറ്റ് അനുസ്മരണം രേഖപ്പെടുത്തിയിരുന്നു. വിരലിലെണ്ണാവുന്ന വർഷം മാത്രമേ അജപാലന ശുശ്രൂഷകൾ നടത്താൻ കഴിഞ്ഞുള്ളൂ എങ്കിലും രൂപതയിലെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രിയങ്കരനായിരുന്നു ഫാദർ അലക്സാണ്ടർ എന്ന് ബിഷപ്പ് അനുസ്മരിച്ചു. അവർക്ക് ഈ വാർത്ത ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വ്യായാമം ചെയ്യുന്നതിനിടെ ഹൃദയാഘാതം സംഭവിച്ചാണ് വൈദികൻ മരണപ്പെട്ടത്. വൈദികൻ നൽകിയ സേവനങ്ങൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കായി ബിഷപ്പ് പ്രാർത്ഥിക്കുകയും ചെയ്തു. മൃതസംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗം അദ്ദേഹം സേവനം ചെയ്ത ഇടവകയിൽ ആരംഭിക്കും. തുടർന്ന് സെപ്റ്റംബർ 21 പോയിറ്റിയേഴ്സ് രൂപതയിലെ ബ്ലാൻസയിലെ ഇടവകപ്പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കും. 2013 ഫാദർ ബ്ലൂഡോ സെമിനാരിയിൽ പ്രവേശിക്കുന്നത്. 2021 ജൂൺ 26 ബയോണിലെ സെൻറ്റ് മേരി കത്തീഡ്രലിൽ വെച്ചാണ് അദ്ദേഹം ഒരു വൈദികനായി അഭിഷിക്തനാകുന്നത്.